മോളെ റെഡി ആവുന്നില്ലേ? എന്റെ യൂണിഫോം എവിടെ? നീ ഏതെങ്കിലും നല്ല ഡ്രസ് എടുത്തിട്ട് അൻവി. നീ ഒന്ന് വേഗം ഒരുങ്ങി അൻവി. വേഗം റെഡിയായേ, വേഗം. വേഗം റെഡിയാകാൻ നോക്ക്. ഇന്ന് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ അല്ലേ അൻവി? ഇന്ന് ടീച്ചേഴ്സ് ഡേ അല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് പുതിയ ഡ്രസ് ഇടാം. അമ്മേ, ഈ ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. എന്തിനാ നാം ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്നത്? തുടങ്ങിയ നിന്റെ സംശയം? മോള് പറയാറില്ലേ മോളെ ഫേവറേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന്? മോളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത് ടീച്ചറാണെന്ന്. മോള് വഴക്കു കൂടുമ്പോൾ ശകാരിക്കുന്നതും സ്കിറ്റും ഡാൻസും ഒക്കെ പഠിപ്പിക്കുന്നത് മോൾ ടീച്ചറാണെന്ന് മോള് പറയാറില്ലേ? അതുകൊണ്ട് ഇന്ന് നല്ല ഗിഫ്റ്റ് കൊടുത്ത് ടീച്ചറുടെ അനുഗ്രഹം വാങ്ങണം. ടീച്ചേഴ്സ് ഡേ പൊളിയായിരിക്കും. എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? സമ്മാനല്ല, നല്ല കുട്ടിയായി വളരൂ. ടീച്ചർമാർക്ക് ഒരുപാട് സന്തോഷം നൽകും. അമ്മ മതി മതി, നിർത്ത്. സ്കൂളിൽ പോകാൻ സമയായി, വാ. നീ പറയാറില്ലേ നിന്റെ ഫേവറേറ്റ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചറാണെന്ന്? നിന്റെ ഇംഗ്ലീഷ് ടീച്ചറാണ് നിന്നെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചതെന്ന്. അതുപോലെ നീ പറയാറില്ലേ നീ ആരോടെങ്കിലും വഴക്കു കൂടുമ്പോൾ നിന്നെ സ്നേഹത്തോടെ ശകാരിക്കാറുണ്ടെന്ന്, നിന്നെ സ്കിറ്റും ഡാൻസും ഒക്കെ പഠിപ്പിക്കാൻ സഹായിക്കാറുണ്ടെന്ന്. You are my favorite teacher. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഹൃദയത്തിനപ്പുറത്ത് ആത്മാവിൻ്റെ ഭാഷയിലാണ്. കുഞ്ഞിൻ്റെ ആദ്യ ശ്വാസം മുതൽ അമ്മയുടെ അവസാന ശ്വാസം വരെ നീളുന്ന ശാശ്വതമായ ഒരു ആത്മബന്ധമാണ് മാതൃത്വം.